ഈ ഒരു വീഡിയോയിൽ നമ്മൾ തെർമൽ എഞ്ചിനീയറിംഗ് അഥവാ തെർമോഡൈനാമിക്സിൻ്റെ ഒരു ബേസിക്സ് ആണ് പെട്ടെന്ന് കവർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സോ തെർമൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ തെർമോഡൈനാമിക്സ് എന്നൊക്കെ പറയുന്നത് സെയിം സബ്ജക്റ്റിനെ തന്നെയാണ്. അപ്പം മോസ്റ്റ് ഓഫ് ദി ബുക്സ് നമ്മൾ റെഫറൻസിന് നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ മിക്കവാറും തെർമോഡൈനാമിക്സ് എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ഇപ്പോൾ തെർമോഡൈനാമിക്സ് നമ്മൾ റെഫർ ചെയ്താലും ശരി, തെർമൽ എഞ്ചിനീയറിംഗ് റെഫർ ചെയ്താലും ശരി, അതിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. തെർമോഡൈനാമിക്സിൽ നമ്മൾ 3 കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത്: ഹീറ്റ്, വർക്ക്, അതേപോലെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന 3 കാര്യങ്ങളാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആരെപ്പറ്റിയാണ് നമ്മൾ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് വി ആർ സ്റ്റഡിങ് അബൌട്ട് എ സിസ്റ്റം വിച്ച് ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഇപ്പോൾ ഇക്വിലിബ്രിയം എന്നുള്ള ടൈമൊക്കെ നമ്മൾ കെമിസ്ട്രിയിൽ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ സിസ്റ്റം എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. തൽക്കാലം നമ്മൾ ഈ 3 കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ആസ് എ മെക്കാനിക്കൽ എഞ്ചിനീയർ നമ്മൾ മെയിനായിട്ട് നോക്കുന്നൊരു കാര്യമാണ് എങ്ങനെയാണ് നമ്മൾ ഹീറ്റിനെ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. അതേപോലെ തന്നെ നമ്മളൊരു വർക്ക് ഉണ്ടെങ്കിൽ ആ വർക്കിൽ എത്രത്തോളം അത് ഹീറ്റായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ ലോസ്റ്റ് ആയി പോകുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഹീറ്റ് എത്രത്തോളം നമ്മൾ വർക്കായിട്ട് കൺവേർട്ട് ചെയ്തു, അല്ലെങ്കിൽ വർക്കിൽ ചെയ്തപ്പോൾ എത്രത്തോളം ഹീറ്റ് ജനറേറ്റ് ചെയ്തു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഇക്വേഷനായിട്ട് എഴുതുന്ന സമയത്ത് അത് നമ്മൾ പ്രോപ്പർട്ടീസിൻ്റെ ടേംസിലാണ് എഴുതുക. അപ്പോൾ ഹീറ്റ് പൊതുവേ നമ്മൾ Q എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് തെർമോഡൈനാമിക്സിൽ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. വർക്ക് അതേപോലെ നമ്മൾ W എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് എക്സ്പ്രസ് ചെയ്യുക. പ്രോപ്പർട്ടീസ് പിന്നെ ഒരുപാട് തരം പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ തെർമോഡൈനാമിക്സിൽ ഡീൽ ചെയ്യുന്ന പ്രോപ്പർട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രഷർ ഡീൽ ചെയ്യാറുണ്ട്, ദെൻ വോളിയം ഡീൽ ചെയ്യാറുണ്ട്, ദെൻ ടെമ്പറേച്ചർ ഡീൽ ചെയ്യാറുണ്ട്, അതേപോലെ മാസ് നമുക്ക് പലപ്പോഴും ആവശ്യം വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇനിയും ഇഷ്ടംപോലെ പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മളത് പതിയെ തെർമോഡൈനാമിക്സിലേക്ക് ഡീപ്പായിട്ട് പോകുമ്പോൾ ഓരോ പ്രോപ്പർട്ടീസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസിൻ്റെ ഒക്കെ വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ എത്രത്തോളം ഹീറ്റ് വർക്കായിട്ട് കൺവേർട്ട് ചെയ്തു അല്ലെങ്കിൽ വർക്ക് ഹീറ്റായിട്ട് മാറി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യും. അപ്പോൾ തെർമോഡൈനാമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പറ്റിയുള്ള ഒരു സ്റ്റഡിയാണ്. ഹീറ്റ്, വർക്ക് ആൻഡ് പ്രോപ്പർട്ടീസ് എന്നിങ്ങനെയുള്ള ഈ സംഗതികളെക്കുറിച്ചുള്ള സ്റ്റഡിക്കാണ് നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന് പറയാം. ഇറ്റ് ഓൾസോ ഡിസ്ക്രൈബ്സ് സ്റ്റേറ്റ് ആൻഡ് ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. ഇപ്പോൾ സ്റ്റേറ്റ് നമ്മൾ ഒരു മാത്തമാറ്റിക്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ നമ്മൾ മാത്സിലൊക്കെ സാധാരണ മുമ്പ് ഗ്രാഫ് വരച്ചിട്ടുണ്ട്. എക്സ് വൈ ആക്സിസ് വരച്ചിട്ട് നമ്മൾ ഡിഫറെൻ്റ് പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ സപ്പോസ് ദർ ഈസ് എ പോയിൻ്റ് 1. അപ്പോൾ നമ്മളൊരു ബോഡി അല്ലെങ്കിൽ ഒരാൾ ഈ പോയിൻ്റ് 1 അവിടെ നിൽക്കുക എന്ന് വെച്ചോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ പോയിൻ്റ് 1 എന്നുള്ളത് അയാളുടെ സ്റ്റേറ്റ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക? ഒബ്വിയസ്ലി നമ്മൾ അവിടുത്തെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റിൻ്റെ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ഒരാൾ പോയിൻ്റ് 1 നിൽക്കുന്നുണ്ടെങ്കിൽ അയാളുടെ സ്റ്റേറ്റ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക. ഇനി അയാൾ പോയിൻ്റ് 1 നിന്ന് നമ്മൾ പോയിൻ്റ് 2 മാറി. അപ്പോൾ എന്താണ് അയാൾക്ക് ഉണ്ടായ സ്റ്റേറ്റ് ചേഞ്ച് അത് ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ രണ്ടാമത്തെ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എടുത്തിട്ടാണ് നമ്മൾ ആ രണ്ടാമത്തെ പോയിൻ്റ് അയാൾ നിൽക്കുന്ന സ്റ്റേറ്റ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സ്റ്റേറ്റ് ചേഞ്ച് കിട്ടും. 1 എന്നുള്ള സ്റ്റേറ്റിൽ നിന്നും 2 എന്നുള്ള സ്റ്റേറ്റിലേക്ക് എത്രത്തോളം ചേഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ എക്സ് ആക്സിൽ എത്ര മൂവ് ചെയ്തു, വൈ ആക്സിൽ എത്ര മൂവ് ചെയ്തു, ഇങ്ങനെയുള്ള സ്റ്റേറ്റ് ചേഞ്ചസ് നമുക്ക് കിട്ടും. അപ്പോൾ തെർമോഡൈനാമിക്സിലേക്ക് നമ്മൾ വരുമ്പം ഈ എക്സ് വൈ കോർഡിനേറ്റ് എന്നതിന് പകരം നമ്മളത് പലപ്പോഴും പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുക. ഇപ്പോൾ ഇറ്റ് മേ ബി ദി പ്രഷർ ആൻഡ് ഇറ്റ് മേ ബി ദി വോളിയം. അപ്പോൾ ഇങ്ങനെ പ്രഷർ, വോളിയം എന്നിങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും മിക്കവാറും നമ്മൾ ആക്സിൽ ഉണ്ടാവുക. അപ്പോൾ പോയിൻ്റ് 1 സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടുത്തെ പ്രഷറും വോളിയം ആണ് ഡിസ്ക്രൈബ് ചെയ്യുക. അതേപോലെ പോയിൻ്റ് 2 എത്തുമ്പോൾ അതിനെന്ത് സ്റ്റേറ്റ് ആയിരുന്നു എന്ന് പറയാൻ നമ്മൾ ആ സമയത്തുള്ള അതിൻ്റെ പ്രഷറും വോളിയം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സ്റ്റേറ്റ് തെർമോഡൈനാമിക്സിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ അവസ്ഥ അതിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡിസ്ക്രൈബ് ചെയ്ത പ്രോപ്പർട്ടീസിൽ
വ്യത്യാസങ്ങൾ വരും. സോ പ്രഷർ ചേഞ്ച് ചെയ്യും, അതേപോലെ വോളിയം ചേഞ്ച് ഉണ്ടാവും, അതേപോലെ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവും. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ചേഞ്ചസ് നമ്മൾ മിക്കവാറും ഡെൽറ്റ എന്നുള്ള ടേം വെച്ചിട്ടാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. അതാണ് സ്റ്റേറ്റ് ചേഞ്ച് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് ദി ചേഞ്ച് ഇൻ പ്രഷർ, വാട്ട് ഈസ് ദി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, വാട്ട് ഈസ് ദി ചേഞ്ച് ഇൻ വോളിയം, എങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യും. അപ്പം ഇതും ഒരു തെർമോഡൈനാമിക്സിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, സപ്പോസ് ദർ ആർ 3 ബലൂൺസ്. നിങ്ങൾക്ക് കാണാം, ഒന്ന് ബ്ലൂ ആണ്, ഒന്ന് റെഡ് ആണ്, ഒന്ന് യെല്ലോ ആണ്. ഇങ്ങനെ 3 ബലൂൺസ് നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തെർമോഡൈനാമിക്സിൽ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് വാല്യൂസ് നിങ്ങൾക്ക് തന്നു. അപ്പോൾ എല്ലാ വാല്യൂസും നമ്മൾ പറയുന്നത് പ്രഷർ 1.1 ബാർ, വോളിയം ഈസ് 1 ലിറ്റർ. ഈ രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ വാല്യൂസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 ബലൂണിൻ്റെയും പ്രഷറും സെയിം ആണ്, വോളിയം സെയിം ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ 3 ബലൂണും ഒരേ സ്റ്റേറ്റിലാണോ? അപ്പോൾ ഈ 3 ബലൂണും ആണ് നമ്മളുടെ സിസ്റ്റം എന്ന് വിചാരിക്കുക. ഈ ഓരോ ബലൂണും ഓരോ സിസ്റ്റംസ് ആണ്. ഈ 3 സിസ്റ്റംസും ഒരേ സ്റ്റേറ്റിലാണോ? അപ്പോൾ നമ്മൾ കളർ വെച്ച് നോക്കിയിട്ട് ഇതിൻ്റെ സ്റ്റേറ്റ് പറയാൻ വേണ്ടി പറ്റില്ല. തെർമോഡൈനാമിക്സിൽ നമ്മളതിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് പറയുക. അപ്പോൾ ഇവിടെ പ്രഷർ വോളിയം തന്നിട്ടുണ്ട്, 3ഉം സെയിം ആണ്. ഇവിടെ നമുക്ക് ഒരു പ്രോപ്പർട്ടിയും കൂടി ഉണ്ടെങ്കിലേ നമുക്ക് ഇതിൻ്റെ കൃത്യമായിട്ട് എന്താണ് അവസ്ഥ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് എ ടെമ്പറേച്ചർ. ഇപ്പോൾ ടെമ്പറേച്ചറിൽ ഇവിടെ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. ഇപ്പോൾ 20 ഡിഗ്രി സെൽഷ്യസ്, 22 ഡിഗ്രി സെൽഷ്യസ്, 24 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള ടെമ്പറേച്ചറിലാണ് ഈ 3 ബലൂണും നിൽക്കുന്നത്. അപ്പോൾ ഈവൻ ഇഫ് ദി പ്രഷർ ആൻഡ് വോളിയംസ് ആർ സെയിം, ടെമ്പറേച്ചറിൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് നമുക്കിവിടെ പറയാൻ പറ്റുക ഈ 3 ബലൂണും ഡിഫറൻറ്റ് സ്റ്റേറ്റിലാണെന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ അവസ്ഥയിൽ വ്യത്യാസങ്ങളുണ്ട്. ഈ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഫിസിക്കൽ സ്റ്റേറ്റ്സ് മുമ്പ് പഠിച്ചിട്ടുള്ള സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഇത് മാത്രമായിട്ട് നിങ്ങൾ ഒതുക്കരുത്. ആ സ്റ്റേറ്റ് ചേഞ്ച് അല്ല ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു ഗ്യാസിൽ തന്നെ ആ ഗ്യാസിന് തന്നെ ഡിഫറൻറ്റ് സ്റ്റേറ്റിൽ നിൽക്കാൻ വേണ്ടി പറ്റും. സോ അതുകൊണ്ട് തന്നെ ഇത് 3ഉം ഡിഫറൻറ്റ് സ്റ്റേറ്റിലാണ് ഇവിടെ നിൽക്കുക. നിങ്ങൾ ആലോചിച്ച് തന്നെ മനസ്സിലാവും, ഇത് 3ലും ഉണ്ടാകുന്ന എയറിൻ്റെ മാസ് ഡിഫറൻ്റ് ആയിരിക്കും. ടെമ്പറേച്ചറിൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് പ്രഷറും വോളിയവും സെയിം ആണെങ്കിൽ പോലും ഇത് 3ലും അടങ്ങിയിരിക്കുന്ന എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മാസ് ഓഫ് എയർ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. 3ഉം എയർ ആണെങ്കിൽ പോലും ഡിഫറൻറ്റ് സ്റ്റേറ്റിലുള്ള സിസ്റ്റംസ് ആണ്. അപ്പോൾ ഈ തെർമോഡൈനാമിക്സ് നമുക്ക് എവിടേക്കാണ് അപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നത്? ഇഷ്ടം പോലെ അപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മളിവിടെ ചില അപ്ലിക്കേഷൻസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഒന്ന് സ്റ്റീം പവർ പ്ലാന്റ് ഉണ്ട്. ഒബ്വിയസ്ലി നമ്മൾ സ്റ്റീമൊക്കെ ജനറേറ്റ് ചെയ്തിട്ട് ആ സ്റ്റീം വെച്ചിട്ട് ടർബൈൻ കറക്കി നമ്മൾ ഇലക്ട്രിക് പവർ ജനറേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് സ്റ്റീം പവർ പ്ലാന്റ്. പണ്ട് ഇൻഡസ്ട്രി റവല്യൂഷൻ്റെ സമയത്ത് ഈ കറണ്ട് ജനറേറ്റ് ചെയ്യേണ്ടായിരുന്നു. സ്റ്റീം നേരിട്ട് ഉപയോഗിച്ച് സ്റ്റീം എഞ്ചിൻ വർക്ക് ചെയ്യിച്ചിട്ട് നമ്മൾ ഇൻഡസ്ട്രിയിലുള്ള മെക്കാനിക്കൽ പവറായിട്ട് യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ ഈ രീതിയിലൊക്കെയുള്ള സ്റ്റീം പവർ പ്ലാന്റ്സ് ഒക്കെ വർക്ക് ചെയ്യുന്ന തെർമോഡൈനാമിക്സിൻ്റെ പ്രിൻസിപ്പിൾസ് വെച്ചിട്ടാണ്. ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇതും മറ്റൊരു തരത്തിലൊരു സ്റ്റീം പവർ പ്ലാന്റ് ആണ്. ഇതിനകത്ത് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് ന്യൂക്ലിയർ ഫിഷൻ അല്ലെങ്കിൽ ഫ്യൂഷൻ വഴിയാണെന്നേ ഉള്ളൂ. ആ ഉണ്ടാവുന്ന ഹീറ്റ് പിന്നീട് നമ്മൾ സ്റ്റീം ജനറേറ്റ് ചെയ്തിട്ടാണ് മെക്കാനിക്കൽ പവറായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ദെൻ ദർ ഈസ് ദി IC എഞ്ചിൻസ്, ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻസ്. നമ്മൾ 2 സ്ട്രോക്ക് എഞ്ചിൻ, 4 സ്ട്രോക്ക് എഞ്ചിനൊക്കെ പഠിച്ചിട്ടുണ്ട്. ഡീസൽ എഞ്ചിനുണ്ട്, പെട്രോൾ എഞ്ചിനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ്റെ അനാലിസിസൊക്കെ നമ്മൾ തെർമോഡൈനാമിക്സിൻ്റെ പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ദർ ആർ സ്റ്റീം ബോയിലേഴ്സ്. ബോയിലർ നമ്മൾ വെച്ചിട്ട് സ്റ്റീം ജനറേറ്റ് ചെയ്തിട്ട് അത് പല ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യും. അതൊരു സ്റ്റീം എഞ്ചിൻ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയാവാം, അല്ലെങ്കിൽ അത് സ്റ്റീം ഡയറക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആപ്ലിക്കേഷൻസിന് വേണ്ടിയാവാം. അങ്ങനെയുള്ള സ്റ്റീം ബോയിലേഴ്സ് തെർമോഡൈനാമിക്സിൻ്റെ ആപ്ലിക്കേഷൻസിൽ വരുന്നുണ്ട്. ദെൻ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന ഒരു സെൻട്രലൈസ്ഡ് AC സിസ്റ്റമാണ്. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിൽ നമ്മൾ ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നു. അതേസമയം കംപ്രസറിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു. അപ്പോൾ വർക്ക്, ഹീറ്റ് എല്ലാം അവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. അതും തെർമോഡൈനാമിക്സിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ നിങ്ങളിങ്ങനെ തെർമോഡൈനാമിക്സിൽ തെർമോ അല്ലെങ്കിൽ തെർമൽ എന്നുള്ള വാക്കുള്ളതുകൊണ്ട് നമ്മൾ ടെമ്പറേച്ചറിനെ പറ്റി മാത്രം പഠിക്കുന്നു, അല്ലെങ്കിൽ ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം പഠിക്കുന്നു വിചാരിക്കേണ്ട. ഇപ്പോൾ എയർ കംപ്രസർ എന്ന് പറയുന്നതും ഒരു തെർമോഡൈനാമിക്സിൻ്റെ ആപ്ലിക്കേഷനാണ്. ഇവിടെ നമ്മൾ എയർ കംപ്രസ് ചെയ്യുന്നു, എത്രത്തോളം കംപ്രസ് ചെയ്യുന്നു, എത്ര വർക്ക് നമുക്ക് അതിനു വേണ്ടി ആവശ്യമായിട്ട് വരുന്നു, ഇങ്ങനെയുള്ള സ്റ്റഡിയൊക്കെ നമ്മൾ തെർമോഡൈനാമിക്സിൻ്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് വരും. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ തെർമോഡൈനാമിക്സ് എന്നുള്ള ഒരു സ്റ്റഡി മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലെ ഒരു കോറായിട്ടുള്ള സബ്ജക്റ്റാണ്. അതായത് ഇതൊരു ബേസിക് സംഗതിയാണ്. ഈ ബേസിക് സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള പല സബ്ജക്റ്റുകളും പഠിക്കാനുള്ള പല ബേസിക്സ് ആയിട്ടുള്ള ഇക്വേഷൻസും അതിൻ്റെ ഐഡിയയും ഐഡിയോളജിയൊക്കെ നമുക്ക് കിട്ടുന്നത് ഈ തെർമോഡൈനാമിക്സ് ആണ്.
അതുകൊണ്ട് തന്നെ തെർമോഡൈനാമിക്സിൻ്റെ ഒരു ബേസ് ഉണ്ടാവുക എന്നുള്ളത് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർക്ക് വളരെ അത്യാവശ്യമാണ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ ഭാവിയിൽ പഠിക്കാനുള്ള പല സബ്ജക്റ്റുകളും അതിൻ്റെ ബേസിക്സ് നമ്മൾ കവർ ചെയ്യുക ഈ തെർമോഡൈനാമിക്സിലാണ്. അപ്പോൾ അവിടെ നമ്മളത് ഇക്വേഷൻ ഡയറക്റ്റായിട്ട് എടുത്ത് അപ്ലൈ ആയിരിക്കും ചെയ്യുക. പക്ഷേ അതിൻ്റെ ഡെറിവേഷനും അതിൻ്റെ എങ്ങനെ ആ ഇക്വേഷൻ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തെർമോഡൈനാമിക്സിലാണ് പഠിക്കുക. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മിക്കവാറും നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്ന പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്നുള്ള സബ്ജക്റ്റ്, ദെൻ മേ ബി IC എൻജിൻസ്. അത് മിക്കപ്പോഴും തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ തെർമൽ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ IC എൻജിൻസിനെ പറ്റി പഠിക്കാറുണ്ട്. HMT, ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ എന്നുള്ളത് നമ്മളൊരു സബ്ജക്റ്റായിട്ട് തന്നെ പഠിക്കാറുണ്ട്. ദെൻ ഗ്യാസ് ടർബൈൻസിനെ പറ്റി പഠിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല സബ്ജക്റ്റുകളും നമ്മൾ പഠിക്കുമ്പം അതിൻ്റെ ബേസിക് ആയിട്ട് വരുന്ന കോഴ്സ് ദാറ്റ് ഈസ് ദ തെർമോ ഡൈനാമിക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ തെർമോഡൈനാമിക്സ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. ബാക്കി ടോപ്പിക്കിലേക്ക്, അഡ്വാൻസ്ഡ് ടോപ്പിക്കിലേക്ക് അടുത്ത വീഡിയോസിൽ നമ്മൾ കവർ ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.